മീര മാം എൻബോഡി എന്നുള്ള ഒരു പോയട്രി ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ ആണിന്റെ വാരിയലെടുത്ത് പെണ്ണിനുണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ പാട്രിയാർക്കിയുടെ ഒരു സ്വഭാവമാണെന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കഥ വരുന്ന സമയത്ത് ഇതിനെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ തമ്മിലുണ്ടാവുന്ന പ്രണയം അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാവുന്ന റിലേഷൻഷിപ്പ് അതിനൊരു സോഷ്യൽ കോസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ അതോ പുതിയ സിനിമ കിട്ടി ഫിലിമോഗ്രഫിയിലേക്ക് അത്ര ആലോചന പോയിട്ടുണ്ടായിരുന്നു? ആദ്യം തന്നെ കവിത വായിച്ചതിന് സന്തോഷം, നന്ദി. രണ്ടാമത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. പക്ഷെ ഈ മുൻപേ പറഞ്ഞ ഈ കോസിനോടെല്ലാം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇവര് മനുഷ്യരാണ്, അല്ലെങ്കിൽ ഇവരെ ചേർത്ത് പിടിക്കുകയല്ല, മാറ്റി നിർത്തുകയല്ല, ഇവർ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊക്കെയുള്ള ഈ കോസിനോടെല്ലാം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വളരെ ഓണസ്റ്റ് ആൻസർ, എനിക്ക് വന്ന ഈ കഥാപാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മൾ സാധാരണ കാണുന്ന സിനിമയിലെ ഈ അമ്മയും അമ്മുമ്മയും ഭാര്യയും നെഞ്ചു ചതച്ച് കരയുന്ന ഉണ്ണി എന്ന് വിളിച്ച് കരയുന്ന അമ്മയും അതൊക്കെ കണ്ട് മടുത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്ന് അതൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സായി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ളൊരു സ്ത്രീയാണ്. അതായത് നമുക്ക് റിയൽ ലൈഫിൽ കാണുന്ന സ്ത്രീകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ലെയേഴ്സ് ഉള്ള, ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉള്ള, ഭയങ്കര രസകരമായ സ്ത്രീകളാണ് ശരിക്കും ജീവിതത്തിൽ. അതെ അതെ. പക്ഷെ സ്ക്രീനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ബോറാ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല ജയന്തി എന്ന് പറയുന്നത്. ജയന്തി ഇതിലെ ഭാര്യയാണ്, അമ്മയാണ്, ഒക്കെയാണ്. പക്ഷെ ജയന്തി ഒരു ഇൻഡിവിജ്വൽ കൂടിയാണ്, ഒരു വ്യക്തിയാണ്. അപ്പൊ ജയന്തിക്ക് ജയന്തിയുടേതായ ഡിസയേഴ്സ് ഉണ്ട്, ജയന്തിയുടെ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കുമുള്ളൊരു സ്ത്രീ അവരെ അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണ് എനിക്കിത്, വലിയ ചാൻസ്. അതാണ് എന്നെ ഓണസ്റ്റ്ലി ഇതിലേക്ക് ആകർഷിച്ചത്. മീര മാം, ഇപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ചർച്ചയിലൊക്കെ ഇരുന്ന് പറയുമ്പോഴൊക്കെയാണ് ഈ സ്വർഗ രതിയൊക്കെ കുറച്ച് വളരെ പ്രോഗ്രസീവായ അല്ലെങ്കിൽ ഫോർവേഡ് ആയിട്ടൊരു കാര്യം. ഇപ്പോഴും പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സാധാരണ ജനജീവിതത്തിനടുത്ത് ഇപ്പോഴും ഈ സ്വർഗരതി ഒരു സ്റ്റിഗ്മയായിട്ട് തന്നെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ആണുങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള വയസ്സായ ആളുകളൊക്കെ ഇതിന്റെ ഗേ ആയിട്ടുള്ള ആളുകളാണ്, അവര് പുരുഷന്മാരെ പീഡിപ്പിക്കാൻ പോലും മുതിർന്നു പോകും എന്നൊക്കെയുള്ള രീതിയിലുള്ള മുൻധാരണകളും അങ്ങനെയുള്ള ട്രോളുകളൊക്കെ വലിയ ഹിറ്റ് ആയിട്ടുണ്ട്. FFC പോലത്തെ ഗ്രൂപ്പുകളിലൊക്കെ കോഴിക്കോടിനെ അങ്ങനെ അധിക്ഷേപിച്ച സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ റഷീദ് എന്ന് പറഞ്ഞൊരു ട്രോള്, ഒരു ഫോൺ കോൾ ഭയങ്കര ഹിറ്റ് ആകുമ്പോൾ അത് ഈ പറഞ്ഞ ഗേ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്ന ട്രോമ വളരെ വലുതാണ്. കാരണം ഇവര് മനഃപൂർവ്വം ആരെയൊക്കെയോ പിടിച്ച് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയാണ് കൊടുക്കുന്നത്. സത്യം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അല്ലെങ്കിൽ സമൂഹം ഇനിയും കുറെയൊക്കെ ഇവോൾവ് ചെയ്യാനുള്ളത് ആ ഒരു അവസ്ഥയില്ല ഇപ്പോഴും. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പം എൻ്റെ കുട്ടികളുടെ ജനറേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ കാഴ്ച, സാർ പഴഞ്ചൻ ജനറേഷനിലാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര വലിയത് തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ കുറിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പേ സംസാരിച്ചപ്പോൾ US അമേരിക്കയിലുള്ള ഫ്രണ്ടാണ്. അവിടെ ഇപ്പം ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്ന ഐ എം എ ക്യാറ്റ്, ഐ എം എ ഡോഗ് എന്നൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഇവിടെ ഇപ്പോഴും വന്നിട്ടില്ല, പക്ഷെ വരും, ഉടനെ തന്നെ വരും. അപ്പൊ അത്രയും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ജനറേഷനിലുള്ളവർ അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ജനറേഷനിലുള്ളവരൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ച ആവശ്യമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ അവെയറാണ്. അവർക്ക് കുറച്ചുകൂടെ എനിക്കത് കുറച്ചുകൂടെ മനുഷ്യത്വമുള്ളവരും കുറച്ചുകൂടെ മനുഷ്യരെ മനസ്സിലാക്കുന്ന ആൾക്കാരും അഭിപ്രായം. കുറച്ച് കുറവുണ്ടെന്ന് എനിക്കൊരു സംശയം. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ രമേശ് ഏട്ടൻ തുറന്നു പറഞ്ഞു എന്നുള്ളൂ. പലരും അത് ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് വേറെ പറയും. ഇത് ആ നിലപാട് വ്യക്തമാക്കുന്നു. യോജിപ്പും അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്ന് നിങ്ങൾ ഇതിനോട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നു, ഞാനും അവരേക്ക് എതിരൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയോട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു സംഭവം. പക്ഷെ ഇത് തെറ്റിദ്ധരിക്കപ്പെടാനും പാടില്ല കേട്ടോ. ഇതാണ് ചെറിയ കുട്ടികൾ വളരുമ്പോ ഇത് അങ്ങനെ ഉള്ളിലുള്ള കുട്ടികൾക്കാണ് ഇത് നല്ലാതെ സാധാരണ തോന്നാൻ പാടില്ല. ഇതാണ് പെണ്ണിനെ തന്നെയാണോ ആണാണ് അത് തോന്നാൻ പാടില്ല. സമൂഹത്തിൽ അങ്ങനത്തെ രീതി തന്നെ എടുക്കണം. ചില അമ്മമാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, അതായത് എന്റെ പെൺകുട്ടീനെ ഇപ്പൊ വേറൊരു പെൺകുട്ടിയുടെ ഒപ്പം വിടാൻ എനിക്ക് പേടിയാവണത്, അവര് ആ കുട്ടീനെ മോശമാക്കുകയാണ്. പക്ഷെ ഇവര് രണ്ടുപേരും ഒരേ മനസ്സുള്ളവർ മാത്രം അവരെടുക്കണുള്ളൂ. ആരെയും നീ ഇവിടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പിന്നാലെ പ്രണയലേഖനം കൊണ്ട് നടക്കുന്നില്ല. അവരെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു, അവര് പരസ്പരം എടുക്കും. പക്ഷെ അമ്മമാര് വിചാരിക്കുന്നത് അറിയാമോ, ഓളുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോ അങ്ങനെ തന്നെ, അതുകൊണ്ട് കൂടെ പോകാൻ പാടില്ല, അവർ ആ ടൈപ്പാണ് എന്നാണ് പറയണത്.
അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളിപ്പോൾ ജെൻഡറിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, ഇവർ രണ്ടും രണ്ട് റിലിജൻസിൽ പെട്ടവരാണ്. ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിമുമാണ്. ഇവർ രണ്ടും രണ്ട് സോഷ്യൽ സ്റ്റേറ്റിൽ പെട്ട ആൾക്കാരാണ്, രണ്ട് ഇക്കണോമിക് സ്റ്റേറ്റിൽ പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റിലുള്ള ആൾക്കാർ തമ്മിൽ ആണോ പെണ്ണോ ആയിക്കോട്ടെ പ്രേമിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കുറേ ബാരിയേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതിനെ എല്ലാം കൂടെ അഡ്രസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ജനറൽ മാത്രം ഒതുങ്ങി പോകുന്നു ഈ സിനിമയ്ക്ക്, അല്ലെ? കഥ എഴുതിയ ആൾക്കും സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ഒക്കെ പ്രണയത്തിന് അങ്ങനെ ജാതി മതം അതാ ഞാൻ പറഞ്ഞത്, അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ജയന്തിയുടെ സ്ഥാനത്ത് സരളയാണ് ജുമേലയുടെ സ്ഥാനത്തുണ്ടെങ്കിലും അവർ തമ്മിൽ പ്രണയിക്കും. ജുമൈലയുടെ പുറത്തൊരു ജമീല ആണെങ്കിൽ പോലും പ്രണയിക്കും. ഇത് പരസ്പരം അറിയാതെയോ അറിഞ്ഞോ അവർ ഒരേ വികാരം ഉൾക്കൊള്ളുന്ന വ്യക്തികളായതുകൊണ്ട് അവർ പ്രണയിച്ചു. അവിടെ ജാതിയോ മതമോ ഒന്നും ബാധകമല്ല. എനിക്കിതിൽ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളത് സാധാരണ ഒരേ ഏജിലുള്ള ആൾക്കാരാണ് കൂടുതൽ. അതെ, ഏജ് ബാരിയർ അത് പറയണമെന്ന് വെച്ചു ഞാൻ. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഒരു ബാരിയർ അതാണ് ഇതുവരെ വരാത്തൊരു സാധനം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണ്. മറ്റതൊക്കെ ഒരുമിച്ച് കളിച്ച് വളർത്തുന്ന കുട്ടികൾക്ക് അവർക്ക് അതാണ് പ്രണയത്തിന് പ്രായമില്ല, പ്രണയത്തിന് പ്രായമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാളുകളുടെ കഥാപാത്രങ്ങളെ ചിന്തിക്കണം. ഈ മാതാപിതാക്കൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഈ അച്ഛന്റെ ഹൃദയം ഒന്ന് ഞാൻ എന്റെ സമൂഹത്തിൽ ഒരുപാട് അവഹേളനം സഹിക്കുന്നില്ലേ? ആരുടെ കുറ്റം? അവരുടെ കുറ്റമാണ്, മാതാപിതാക്കളുടെ കുറ്റം അല്ല, അവരുടെ കുറ്റമാണോ? കുഞ്ഞുങ്ങളുടെ കുറ്റമാണോ? അല്ല, ആണെന്ന് പറയുന്നില്ലല്ലോ. പക്ഷെ ഞാൻ പറയാം, ഇതും സമൂഹം കാണുന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുറെ കൂടി കഥാപാത്രത്തിലേക്ക് ഇറങ്ങി സ്വന്തം അല്ല, അങ്ങനെയല്ല ഒരു നടൻ വിചാരിക്കേണ്ടത്. അങ്ങനെ അതങ്ങനെയാണ് ഞാൻ നടൻ വിചാരിക്കല്ലേ ഒരു നടി വിചാരിക്കുന്നത്. ഞാൻ എത്ര നിർണായകമായ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും, ഒരു സീക്വൻസ് വന്നു കഴിഞ്ഞാലും, ഇത് ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം എന്നിലെ കലാകാരൻ എന്നിൽ തോന്നുന്ന ഒരു ഇതാണ്. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കും, ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഏത് പൊസിഷനിൽ നിൽക്കുന്നു, സമൂഹത്തിൽ എന്ത് അംഗീകാരമുണ്ട്, അല്ലെ സമൂഹത്തിൽ ഏത് മേഖലയിൽ വിരചിക്കുന്ന ഒരാളാണ്, അതനുസരിച്ച് ആ കഥാപാത്രത്തിന് വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളതല്ലാതെ അവസ്ഥ എല്ലാവർക്കും. ദുഃഖം എന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ആനയ്ക്കും മനുഷ്യനും എല്ലാം വരുന്ന ദുഃഖം തന്നെയാണ്. ആ പാടെ പറഞ്ഞു നേരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള സാഹിത്യ നിങ്ങൾ 36 മുഹൂർത്തങ്ങളെ ഉണ്ടായിട്ടുള്ള ആരോ മഹാന്മാർ പറഞ്ഞു. അത് വെച്ചാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു മുഹൂർത്തം അല്ലാതെ ഈ 800 കോടി ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ വികാരങ്ങൾ വരണമെങ്കിൽ 800 കോടി വികാരങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെയുള്ള വികാരം ഈ 36 മുഹൂർത്തങ്ങളെ കഥാസന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് നിന്നാണ് കളിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇതിനു വേണ്ടി ഇപ്പം ഈ സിനിമ എല്ലാവരും ഒന്ന് കണ്ടെങ്കിലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് ഞാൻ പറഞ്ഞതിന്റെ പിന്നിലെ എനിക്കങ്ങനെ അല്ല, ഈ സിനിമയെ സംബന്ധിച്ചോളം നമുക്ക് അതിനകത്ത് വ്യക്തതയുണ്ട്. നമ്മളിതിനകത്ത് പേരൻസ് കാണിക്കുന്ന വെച്ചാൽ കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്ക് പരിമിതമായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ, അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ആ ഒരു പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം, ഒരു അധികാര സ്ഥാപിക്കൽ ഒരു പേരൻസിനും ഇല്ല. അത് ഈ സിനിമ അങ്ങനെ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് രമേശന്റെ കഥാപാത്രം പോലും ആ രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നീങ്ങാനല്ലോ. അതെ, വിധിയെ ആർക്കും തടുക്കാൻ ഈ പിതാവിന്റെ അവസ്ഥ, ആ കഥാപാത്രം, ആ വാപ്പായുടെ അവസ്ഥ അതാണ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ആ രീതി വന്നത്. അത് സംവിധായികം പറഞ്ഞിട്ടില്ല, കഥാകൃത്തും അതിനെതിരൊന്നും പറഞ്ഞില്ല. അത് കറക്റ്റ് ആണെന്നും പറയും. അതിന്റെ പ്രേക്ഷകരോട് പറഞ്ഞ എന്റെ ഭാഗം ക്ലിയർ ആയി. സിനിമ ആണ് മനസ്സിലാക്കുള്ളൂ, അതൊരു അഭിനയം മാത്രമായിരുന്നു. എത്ര നല്ല നടനാണെന്ന് ഇത് കാണുമ്പോ മനസ്സിലാവും, അല്ലേ? അല്ല, ഞാൻ അത് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ഇത് ശരിയല്ല, പക്ഷെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റേ ആ ബാപ്പയുടെ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എത്രയും ബഹുമാനപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മറ്റൊരു പെൺകുട്ടിയുടെ കൈ ഇങ്ങനെ ചേർത്ത് അവളെ ഞാൻ സഹായിക്കുന്ന അവസരം. അതായത് ദിൽഷയുടെ മറ്റൊരു പെൺകുട്ടിയുടെ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ പ്രായിക്കൊണ്ടിരിക്കും. ഞാൻ അവളെ സഹായിക്കുന്ന ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അത് ആണ്. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നുള്ള ഒരു എവിടെയെങ്കിലും ജീവിക്കട്ടെ, അവിടെ ഇഷ്ടത്തിന് എന്നുള്ള രീതിയിലുള്ള ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ കഥ എല്ലാവർക്കും ഏകദേശം പിന്നെ എന്തായാലും ഇത്രയല്ലേ വരുന്നുള്ളൂ എന്നുള്ളത്. ട്രീറ്റ്മെന്റ് മാത്രമാണ് വ്യത്യാസം. ഇതിന്റെ കണ്ടന്റും എല്ലാവർക്കും അറിയാം, കഥയും എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് ഉൾക്കൊള്ളുന്ന രീതിയാണ്